ഹബീബ് കുടുംബത്തിലുള്ള നാല് സഹോദര സഹോദരന്മാരെ, ബഹുമാന്യരായ നൂറെ ഹബീബ് തങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലായി പല പ്രചരണങ്ങളും വീഡിയോകളിലും അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോരുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് അന്വേഷിക്കുമ്പോൾ അതെല്ലാം പൊള്ള വാദങ്ങൾ മാത്രമാണെന്ന് ബോധ്യപ്പെടുകയും ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരു തലപ്പാവ് ധരിച്ച ഒരു മൊയ്ലേര് വന്ന് നൂറെ ഹബീബ് തങ്ങളുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടി എന്ന ക്യാപ്ഷനിൽ ഒരു വീഡിയോ ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത് ബഹുമാന്യരായ സയ്യിദ് അവറുകളുടെ പ്രവർത്തനങ്ങളും സയ്യിദ് അവറുകളുടെ ജീവിത രീതികളും സ്വഭാവങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടും അതിൻ്റെ ഹക്ക് എന്താണെന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ മഹാന്മാരായ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുകയും അവരെ കൂടെ നിൽക്കുകയും ചെയ്താൽ നമ്മുടെ ആഖിറം രക്ഷപ്പെടുമെന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നന്മകൾ കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. മഹാനായ സയ്യിദ് അവറുകൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒരുപാട് സഹായങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അതാരും എടുത്ത് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം കൊടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. ഒരാളുടെ എന്തെങ്കിലും ന്യൂനത മാത്രം അന്വേഷിച്ച് നടക്കുന്ന ഇത്തരം തലപ്പാവുധാരികളെ സമൂഹം മനസ്സിലാക്കുകയും അവരെ കരുതിയിരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. 100 ചില്ലാനോളം എത്തിയ സാധുക്കളായ അതിന് 3 മാസം പ്രായം വരെയുള്ള ചില കുട്ടികൾ വരെ ഉണ്ട്. ആ കുട്ടികളെ പോലും സ്വന്തം ഉപ്പാൻ്റെ പോലെ അവർക്ക് വേണ്ട ഒരു മാസത്തെ അവരുടെ ചെലവുകൾ, അവരുടെ ബുക്കുകൾ, അവിടെ എല്ലാതും നോക്കി അതുപോലെ തന്നെ എത്രയോ എത്തിമക്കൾക്ക് വീടുണ്ടാക്കി കൊടുത്ത്, അപ്പോൾ അതൊക്കെ ഈ കുടുംബം നൽകിയ ഈ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് നേതൃത്വം നൽകുന്ന ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ വലിയൊരു ചാരിറ്റി നൽകുന്ന വലിയൊരു അമലാണ്. അപ്പോൾ അതുകൊണ്ട് സഹായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈയൊരു മജ്ലിസ് എന്തുകൊണ്ടും എല്ലാവർക്കും ഇത് ഹൈറായൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ആഖിറം രക്ഷപ്പെടാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സയ്യിദ് റബി അമാനിയാണ്. ഇൻഷാല്ലാഹ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തങ്ങന്മാരെ കുറ്റം പറയണമെന്ന് അല്ലെങ്കിൽ ഒരാളെയും കുറ്റം പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, അഹ്ലുൽ ബൈത്തിനെ കുറ്റം പറയാതെ അവരെ നമ്മൾ മുറുകെ പിടിക്കാം. അവരെ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ നമ്മൾ നിൽക്കരുത്. അവരെ നമ്മൾ പിടിച്ചോ നമ്മൾ വിജയത്തിലെത്തും. അവരെ നമ്മൾ ചീത്ത പറഞ്ഞോ നമ്മൾ പരാജിതരാകും. അപ്പോൾ അതിനും നമ്മൾ നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇഹത്തിലും പലത്തും നമുക്ക് വിജയം വേണം. അതിന് നമ്മൾ മുന്നോട്ട് പോകണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകും. ഈ വീഡിയോ കാണുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 2 നേരത്തെ മജ്ലിസ് കാണുക. പ്രഭാതത്തും പ്രദേശത്തും ഉള്ള നൂറെ ഹബീബിൻ്റെ ഈ 2 നേരത്തെ മജ്ലിസ് നിങ്ങൾ കാണുക. അതൊക്കെ നമ്മുടെ ഇഹപര വിജയത്തിന് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, രാവിലെയും വൈകുന്നേരം നടക്കുന്ന മജ്ലിസ് നിങ്ങൾ കേൾക്കുക, അത് കാണുക. ഞങ്ങളെ കൂടെ നിങ്ങളും മജ്ലിസിരിക്കുക. അള്ളാഹു നമുക്കൊക്കെ ഇഹത്തിലും പരത്തിലും വിജയം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ ഈ മജ്ലിസുമായിട്ട് ഒരുപാട് കാലമായി ഞാൻ തങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മജ്ലിസിൽ ജനലക്ഷങ്ങൾ കൂടുന്ന ഈ മജ്ലിസിനെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയതായ തലീകെട്ടുകാരായ 2 ഉസ്താദുമാർ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാണ്. അവരിതിനെക്കുറിച്ച് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഈ സ്വലാത്തിനെ ഇല്ലാതെയാക്കാനും തകർക്കാനും വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈ സ്വലാത്തുൽ ഫാത്തിഹ വലിയൊരു സംരംഭമാണെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഉസ്താദുമാർ ഇതിനെ അവഹേളിക്കുന്നത് കൊണ്ട് ഇതിനൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മജ്ലിസിൽ അകമഴിഞ്ഞുകൊണ്ട് സഹകരിച്ചുകൊണ്ട് എല്ലാവരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെക്കുറിച്ച് നന്നായി ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനൊരു തകർച്ചയില്ലാതെ ഈ മജ്ലിസിനെ വലിയ രീതിയിൽ നിങ്ങൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറയുന്നു. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഇന്നു മുതലല്ല, തുടങ്ങിയത് മുതൽ തന്നെ പല അപവാദ പ്രചരണവുമായിക്കൊണ്ട് ധാരാളം ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ പരാജയപ്പെട്ടു പോകാൻ കാരണം ഇവിടുത്തെ ആളുകൾ ഇവിടെ കൂടി തങ്ങളടുക്കൽ
ഓരോ ആളുകൾ വരുന്നതും ചികിത്സക്കും അല്ലെങ്കിൽ മറ്റൊക്കെ വരുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ഫതിലുകൾ ലഭിക്കുകയാണ്. അത് കാരണമായിക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അതിൽ നിന്ന് അസൂയയും അതുപോലെ ഈ തങ്ങൾ ഉയർച്ച മറ്റുള്ളവർക്ക് സഹിക്കാൻ കഴിയാതെ വരുന്ന അവസരത്തിലാണ് ഈ അപവാദ പ്രചരണവുമായിക്കൊണ്ട് രംഗത്ത് വരിക. അൽഹംദുലില്ലാ നമ്മുടെ ഈ നൂറേവിധ സലാത്തുൽ ഫാത്തി ചൊല്ലി ഓരോരുത്തർക്കും എത്രയോ ഫളുകൾ ലഭിച്ചത്. ഇപ്പോൾ ഞാൻ തങ്ങളുടെ കൂടെ 4 വർഷത്തോളമായി ഉംറക്ക് പോകുന്നു. അവിടെ വരുന്ന ഏകദേശം പല ഗ്രൂപ്പുകളിൽ വരുന്ന ആളുകളും അവർക്കൊക്കെ ഈ സലാത്തുൽ ഫാത്തിൻ്റെ മജ്‌ലിസിൽ നിന്നുകൊണ്ട് ആ ഉംറക്ക് പോകാൻ അവസരം കിട്ടിയെന്ന് ഈ ഗ്രൂപ്പിൽ പോരുന്നത് മാത്രമല്ല മറ്റുള്ള ആളുകളും നമ്മളോട് അവിടെ വെച്ചുകൊണ്ട് പറയാം. അങ്ങനെ ധാരാളം ആളുകൾ ഈ സലാത്തുൽ ഫാത്തി കൊണ്ട് അവർക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. ഈ നേട്ടം മാത്രം നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ന്യൂനത മാത്രം മറ്റ് ഓൺലൈനിലൂടെയും അതുപോലെ വീഡിയോയിലൂടെയൊക്കെ പറയുന്നത് അത് നമ്മൾ തിരുത്തണം. അത് തീർച്ചയായും ഒക്കെ തള്ളപ്പെടേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. ഈ തങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്ന മൂല്യന്മാർ തങ്ങൾ ചെയ്യുന്ന ഹൈറും തങ്ങൾ ചെയ്യുന്ന നന്മയും അത് മാത്രമേ പറയാതിരിക്കാൻ കാരണം കൂടി പറഞ്ഞ തരത്തില്ല. അതായത് തങ്ങൾ ഓരോ മക്കൾക്കും വേണ്ടി കെട്ടിച്ചയക്കണ മക്കളെ അത് നമ്മൾ ഈ സമൂഹം മാത്രമല്ല പല രീതിയിലുള്ള സമൂഹക്കാർ ഇവിടെ വന്നിട്ട് കല്യാണത്തിന് ആവശ്യപ്പെടുന്ന എത്രയോ ആളുകൾ ഇവിടെ കുട്ടികളെ കെട്ടിച്ചയച്ചതുണ്ട്. അത് ഈ പറയുന്ന ആൾക്കാർ ആരും വിശദീകരിച്ച് പറയുന്നില്ല. തങ്ങൾക്ക് കിട്ടുന്ന പൈസയും തങ്ങൾക്ക് കിട്ടുന്ന ഹയറും അവർക്ക് അസൂയപ്പെട്ടാണ് ഈ വർത്താനം വരെ വീഡിയോ ചെയ്യാൻ കാരണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ തങ്ങളുടെ കൂടെ നിൽക്കുന്നതും തങ്ങളുടെ കൂടെ ഹയറ് കണ്ടതുകൊണ്ടാണ് ഞാൻ തങ്ങളുടെ കൂടെ നിന്ന് ഈ പ്രവൃത്തിയിൽ തുടരുന്നത്. അസ്സലാമു അലൈക്കും. ഇതേ എനിക്ക് പറയാനുള്ളത്.